पति ब्रह्मचारी। എഴുന്നേറ്റോ എന്റെ പൊന്നുമോള്. ഗുഡ് മോർണിംഗ് അച്ഛാ. ഇനി മുതൽ മനോഹരൻ പാൻ മസാലയുടെ ടെമ്പോ ഇനി ഒരിടത്തും കാണും. നീ ഉണ്ടെങ്കിൽ റോസാപ്പൂവിനെ ആർക്കും കുത്തി നോവിക്കാനാകില്ല എന്ന് എനിക്കറിയാം. ആ പുറകിൽ ജനലിനടുത്തിരിക്കുന്ന പയ്യനല്ലേ, അവനെ ജയിപ്പിക്കാമെന്ന് ഞാൻ അദ്ദേഹത്തിന് വാക്ക് കൊടുത്തിരിക്കുകയാണ്. ഇതിൽ ആൻസേഴ്സ് എഴുതിയിരിക്കുകയാണല്ലോ. ഇങ്ങനെ ചീറ്റിംഗ് ചെയ്യാൻ നാണമാകുന്നില്ലേ? നിന്നിപ്പോ ശരിയാക്കി തരാം. ആവുന്നില്ലേ ചീറ്റിംഗ് ചെയ്യുന്നതിൽ? IASന്റെ അർത്ഥമെങ്കിലും അറിയോ നിനക്ക്? ഒരാളെ ചതിക്കാൻ സഹായിച്ചുകൊണ്ട് മറ്റൊരാളുടെ അവകാശം നീ തട്ടിയെടുക്കുന്നേ. ഒരാൾ കാണുന്ന സ്വപ്നമോ നീ തകർക്കുന്നേ. അറിയോ രാത്രികളിലെ കഠിനാധ്വാനം എന്താണെന്ന്? സ്വപ്നങ്ങളുടെ വിലയും. റഹിമ, എന്റെ സ്വപ്നം ഒരു IAS കാരനാവുക എന്നതാ. രാത്രികളിലെ ഉറക്കങ്ങൾ കളഞ്ഞുകൊണ്ടല്ലേ നമുക്ക് സ്വപ്നം നേടാൻ സാധിക്കൂ. IASന്റെ അർത്ഥം എന്താണെങ്കിലും അറിയോ നിനക്ക്? രാജ്യത്തെ സേവിക്കാൻ വേണ്ടി ഞാൻ IAS കാരനാകാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരും കണ്ടോ, ഞാൻ ഒരിക്കലും നേടിയിരിക്കും. നന്നായിരിക്കുന്നു മോനെ. ഞാൻ പറയാം, ദേശത്തെ സേവിക്കാനായി IAS ആവാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ ചീറ്റിംഗ് ചെയ്ത് IAS നേടുന്നവന് രാജ്യത്തോടും ചീറ്റിംഗ് മാത്രമേ ചെയ്യാൻ സാധിക്കൂ. പക്ഷെ നിന്നെ പോലൊരു ഗുണ്ടയ്ക്ക് അത് ഒരിക്കലും മനസ്സിലാവില്ല. രാമ 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 രാമ. എങ്ങനെയാണ് അമ്മ അങ്ങനെ തന്നെ മകളും? പറയ്, നീ എവിടെ പോയത് കള്ളം പറഞ്ഞിട്ട്? നീ കാരണം എന്റെ മോൻ ഈ അവസ്ഥയിലായത്. മകളുടെ ഒരു നുണ കാരണം അമ്മയുടെ വഞ്ചന ഓർമ്മിപ്പിച്ചു. എന്റെ മോൻ വയ്യാതെ കിടക്കുന്നു, നീ കണ്ടോ? അച്ഛാ, ഐ എം സോറി. ഞാൻ അച്ഛനെ ഒട്ടിയാൻ ആഗ്രഹിച്ചതേ ഇല്ല. അച്ഛനൊരു സർപ്രൈസ് തരാൻ ആഗ്രഹിച്ചേ. IAS ആയി അച്ഛന്റെ ആഗ്രഹം പൂർത്തീകരിക്കാനാണ് ശ്രമിച്ചേ. അച്ഛാ, കള്ളത്തരത്തിന്റെ ലഹരി മയക്കുമരുന്നിനേക്കാൾ മോശമാണ്. ഒരു പ്രാവശ്യം അത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തി കൂടുതൽ അത് ആസ്വദിക്കാൻ തുടങ്ങും. സ്വന്തക്കാരെയൊക്കെ അപരിചിതരായി കാണാൻ തുടങ്ങും. പക്ഷെ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഈ ലഹരി എന്റെ തന്നെ വീട്ടിൽ എന്റെ മോൾക്ക് തന്നെ വരുമെന്ന്. അമ്മ, ഇവളെ ഇവിടെ നിന്ന് കൊണ്ടുപോകൂ.
ഇറങ്ങിക്ക്. എന്താ എന്റെ മോനെ കൊന്നിട്ട് പോവുള്ളോ? ഇറങ്ങി വിടുന്നത്. പോ, ഇറങ്ങിപ്പോ. പപ്പ ഈ നാടകത്തിന്റെ ആവശ്യം എന്താണ്? ചെവിയിൽ പിടിച്ച് ഒരെണ്ണം കൊടുത്താൽ പോരായിരുന്നോ? പിന്നെ ഇങ്ങനെയൊന്നും ചെയ്യാനുള്ള ധൈര്യം കാണിക്കില്ല. അതുകൊണ്ടാ നീയും ഞാനുമായത്. കത്തി കൊണ്ട് കുത്തേണ്ട സ്ഥാനത്ത് തോക്കുകൊണ്ട് വെടിവെച്ചിട്ട് യാതൊരു കാര്യമില്ല. അവൾക്ക് എന്നോടുള്ള സ്നേഹമുണ്ടല്ലോ, അതാണ് എന്റെ ഏറ്റവും വലിയ ആയുധം. അവൻ പോയിരിക്കുന്നു. ആ പാവത്തിന് ഇതുപോലും അറിയില്ല ഗുലാബ് സിംഗിന്റെ ഡിക്ഷണറിയിൽ IAS ഒരർത്ഥമേ ഉള്ളൂ. അത് ഞാനാണ് സകലതും. വളരെ വലിയ തെറ്റ് സംഭവിച്ചു ഏട്ടത്തി. ഇനി മുതൽ അച്ഛന്റെ സമ്മതമില്ലാതെ ഞാൻ ഒന്നും ചെയ്യില്ല. അച്ഛൻ ഇനി വേദനിപ്പിക്കുകയില്ല. കള്ളത്തരവും ഞാൻ പറയില്ല. പാവക്കുട്ടി, ഏയ് പാവക്കുട്ടി, നിനക്കറിയാമോ ഞാൻ എന്തിനാണ് എപ്പോഴും ഇഷയെ പാവക്കുട്ടി എന്ന് വിളിക്കുന്നത്? അറിയാമോ? കാരണം ഞാൻ ആഗ്രഹിക്കുന്നത് അവളെപ്പോഴും ഒരു പാവക്കുട്ടിയായിട്ടിരിക്കാനാ. അതിന്റെ റിമോട്ട് എന്റെ കൈകളിൽ തന്നെ ഉണ്ടാകണം. ആ എപ്പോഴാണോ ഞാൻ ചിരിക്കാൻ പറയുന്നത് അപ്പോൾ ചിരിക്കണം. എപ്പോഴാണോ കരയാൻ പറയുന്നത് കരയണം. മനോഹരം. ഞാനൊന്നും പറയാത്തപ്പോ ഒരക്ഷരം മിണ്ടാതെ നിന്റെ വായ അടച്ചു പിടിച്ച് ഒരു മൂലക്കിരുന്നോളണം. ഇത് ഓർത്തിരുന്നുള്ളൂ പാവക്കുട്ടി. നിന്റെ കരച്ചിൽ, ചിരി, നടത്തം, കിടത്തം, എണീക്കൽ, ഇരിക്കൽ ഇതെല്ലാം എന്റെ കൈകളില. അങ്ങനെ തന്നെ ആയിരിക്കും. എനിക്ക് ശ്വാസമുള്ള അത്രയും നാൾ നിനക്ക് നിന്റെ ഇഷ്ടപ്രകാരം ശ്വാസമെടുക്കാൻ സാധിക്കില്ല. അനിയ, നീ വന്നോ? ഞാൻ ചായ എടുക്കട്ടെ. നോക്ക് ചേട്ടൻ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വന്നു. എവിടെ? എന്റെ കൃഷ്ണ, എന്റെ ഭഗവാനെ, ഇത് പിടിക്കേ. നന്നായി അദ്ദേഹം വീട്ടിലില്ലാത്തത്. അല്ലെങ്കിൽ ഈ പാവത്തിന് വീണ്ടും കുറെ വഴക്ക് കേൾക്കേണ്ടി വന്നനെ. പോലീസിനേക്കാൾ കൂടുതൽ ഉപദ്രവിച്ചേനെ. എന്റെ സൂരജ്, ഇത്രയും മുറിവ് പറ്റിയോ? വന്നേ, വീട്ടിൽ വന്നേ. ചേട്ടാ, ചേട്ടന്റെ കൈ ഇങ്ങനെ മുറിഞ്ഞ. നിക്ക്, അവൻ കുറച്ചു നേരം ഇരിക്കട്ടെ. മോനെ, ആ പോലീസുകാരൻ നിന്നെ ഒന്നും ഉപദ്രവിക്കുകയൊന്നും ചെയ്തില്ലല്ലോ? ഇല്ല വല്യമ്മേ, വല്യമ്മയുടെ സൂരജിനെ അവരൊന്നും തൊട്ടുപോലും നോവിച്ചില്ല. നിക്ക്, നിനക്ക് കുറച്ച് വെള്ളം എടുത്തിട്ട് വരാം. മാമൻ പറഞ്ഞത് ഇപ്രാവശ്യം പോലീസ് ഏട്ടനെ പെട്ടെന്ന് വിടുമെന്നാണല്ലോ. UPSC IAS എക്സാമിന്റെ ചീറ്റിങ്ങിനാണ് ഏട്ടൻ കൂടെ നിന്നത്. ഇത്തവണ എനിക്ക് ഭർത്താവിന്റെ വീട്ടിൽ അധികം നിൽക്കേണ്ടി വരും. ഗുലാബ് സിംഗ് അങ്ങൾ എന്തായാലും മുകളിൽ നിന്ന് അരയിൽ കൊണ്ട് വിളിപ്പിച്ചിട്ടുണ്ടാവും അല്ലേ? ഇല്ലെന്നേ, ഇത്രയും ചെറിയ കാര്യത്തിന് മാമൻ എന്തിനാ ശല്യപ്പെടുത്തുന്നത്? പക്ഷെ ചേട്ടൻ എങ്ങനെ പോലീസ് ഇത്രയും പെട്ടെന്ന് വിട്ടത്? അയ്യ, ആര് പറഞ്ഞു എളുപ്പത്തിലാണെന്ന്? അവരെ ഞാൻ നിയമപുസ്തകം മുഴുവൻ പഠിപ്പിക്കേണ്ടി വന്നു. ഞാൻ പറഞ്ഞു CRPCയുടെ സെക്ഷൻ 57 പ്രകാരം കുറ്റം ചെയ്യാത്ത ഒരാളെയും 2 മണിക്കൂർ കൂടുതൽ ലോക്കപ്പിലിടാൻ പാടില്ല. അങ്ങനെ ചെയ്താൽ പോലീസിനെതിരെ ആർക്ക് വേണമെങ്കിലും കേസ് കൊടുക്കാൻ കഴിയും. അത്രേ ഉള്ളൂ. കൃത്യം 2 മണിക്കൂർ തികയുന്നതിന് മുമ്പ് ലോക്കപ്പ് തുറന്ന് ബഹുമാനത്തോടെ
എന്നെ പുറത്തിറക്കി. ദാറ്റ്സ് ഇറ്റ്. വെരി സ്മാർട്ട് അല്ലേ? പക്ഷെ ഏട്ടൻ ഇങ്ങനെ നിയമത്തെ കുറിച്ചൊക്കെ ഇത്ര നന്നായിട്ട് അറിയാം. എനിക്ക് ക്രൈമിൽ PhD ഒക്കെ ഉള്ളതല്ലേ? PhD? നോക്ക്, ആദ്യത്തെ പ്രാവശ്യം അകത്ത് പോയപ്പോൾ ഗ്രാജുവേഷൻ, രണ്ടാമത്തെ പ്രാവശ്യം അകത്ത് പോയപ്പോൾ മാസ്റ്റേഴ്സ്, പിന്നെ വീണ്ടും വീണ്ടും അകത്ത് പോയപ്പോൾ PhD. നിന്റെ ചേട്ടൻ നിയമം തെറ്റിച്ച് ഉള്ള നിയമങ്ങളെല്ലാം ഒറ്റയടിക്ക് പഠിച്ചു കഴിഞ്ഞു. അല്ല, ഞാൻ വിചാരിക്കുന്നതേ പാർട്ട് ടൈമായി വക്കീലായിട്ട് അങ്ങ് പ്രാക്ടീസ് ചെയ്താലോന്നാ. എന്താ അഭിപ്രായം വലിമേ? നീ ആദ്യം ഇത് പറ മോനെ. നിനക്കെതിരെ കംപ്ലൈന്റ് ചെയ്തത് ആരാ? അതാദ്യം പറയേ. പറയടാ. അതെ വല്യമ്മേ, അതൊക്കെ വിട്. ആദ്യം വല്യമ്മ ഇത് പറ, ഇപ്പോഴും ഇവിടെ നിൽക്കുന്ന എന്താ? വല്യമ്മ ജോലിക്ക് പോകുന്നില്ലേ? അമ്മയെ വഴക്ക് പറഞ്ഞ് 4 ദിവസത്തേക്ക് പറഞ്ഞു വിട്ടിരിക്കുക അവരുടെ റാണിയായ മകള്. സത്യമായിട്ട് ഞാൻ പറയോ, കുട്ടികളുടെ കല്യാണത്തെ പറ്റി ഓർത്തില്ലായിരുന്നെങ്കിൽ ആ നശിച്ചവന്റെ ജോലി വിട്ടിട്ട് എപ്പോഴേ ഞാൻ അവിടെ നിന്ന് ഇറങ്ങുമായിരുന്നു. ഇപ്പോഴുണ്ടല്ലോ അവൻ എന്റെ മുന്നിൽ വരുമ്പോഴേ എനിക്ക് 2 കൊടുക്കാനാ തോന്നുന്നത്. ഇങ്ങനെ രണ്ടെണ്ണം വെച്ച് 200 അടി കൊടുത്തു കഴിഞ്ഞു സ്വപ്നത്തില്. അമ്മയുണ്ടായിരുന്നെങ്കിൽ സംസ്കാരം പഠിപ്പിക്കായിരുന്നു. അമ്മയില്ല, അപ്പൊ ശരിക്കുള്ള സ്വഭാവം കാണിക്കാലോ. ഇത് നോക്ക്, നിനക്ക് ഇഷ്ടമുള്ള ചപ്പാത്തിയും കറിയാ ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നെ. കഴിച്ചിട്ട് പറ എങ്ങനെയുണ്ടെന്ന്. എന്റെ വല്യമ്മയുടെ കൈ കൊണ്ട് ഉണ്ടാക്കിയത് എന്താണ് ഇതുവരെ നന്നാവാതെ ഇരുന്നിട്ടുള്ളത്? സൂപ്പർ ആയിരിക്കും. കൊള്ളാം 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 കൊള്ളാം. വിരുന്ന് നടക്കുകയാണല്ലോ ചേട്ടത്തെ, നന്നായിട്ട് വിളമ്പി കൊടുക്ക്. വളരെ വലിയൊരു യുദ്ധം കഴിഞ്ഞിട്ട് വന്നിരിക്കുകയല്ലേ ഇദ്ദേഹം? ഇതെന്താ വെറും ചപ്പാത്തിയും കറിയും മാത്രമോ? ഇത്രയുള്ളോ? കുറച്ചുകൂടെ കട്ടിയുള്ള എന്തെങ്കിലും കൊടുക്കാൻ പാടില്ലായിരുന്നോ? അറിയില്ലല്ലോ, ജയിലിൽ ചായയോ വെള്ളമോ മറ്റെന്തെങ്കിലുമൊക്കെ ചോദിച്ചു എന്ന്. അനിയ, അവനെ സമാധാനത്തോടെ ആഹാരം കഴിക്കാൻ അനുവദിക്കേ. എന്ത് പറയാനുണ്ടെങ്കിലും പിന്നീട് പറയാം, എന്നാലല്ലേ അവൻ കേൾക്കൂ. പുറത്തുള്ളവർ പറയുന്നത് കേട്ട് ശീലിച്ചവൻ വീടിനകത്തുള്ളവർ പറയുന്നത് എന്തിനു കേൾക്കണം? ഞാൻ എന്റെ ഇഷ്ടത്തിന് ചെയ്തതല്ല ഈ കാര്യങ്ങളൊന്നും. ശരിയാ, എനിക്കിപ്പോഴാ ഓർമ്മ വന്നത്. ഞാൻ തന്നെയല്ലേ താങ്കൾക്ക് കുറി തൊട്ട് ആരതി ഒഴിഞ്ഞ് കൈകൂപ്പി പ്രാർത്ഥിച്ചത്? നല്ലത് ഭവിക്കട്ടെ, ചെല്ല്. പോയി ഗുണ്ടായിസം കാണിക്കുന്ന, ആരുടെയെങ്കിലും ഒക്കെ തലയെടുക്കുന്ന, കുടുംബത്തിന്റെ പേരുയർത്തുന്ന. നിനക്ക് നാണമില്ലേ? നിനക്ക് നാണമായില്ലേ കുട്ടികളെ ചതിക്കാൻ സഹായിച്ചപ്പോ? എന്തു വിചാരിക്കും നാട്ടുകാര്? എന്തു പറയും? അച്ഛൻ നല്ല ശീലങ്ങൾ പഠിപ്പിച്ചില്ല, സംസ്കാരം പഠിപ്പിച്ചില്ല, അതുകൊണ്ടാണ് ഇവൻ. ഒരാൾക്ക് കിട്ടുന്ന ജോലിയിലെ അയാൾക്ക് ചെയ്യാൻ നീ കഴിയും. ഇതിന്റെ ഇടയിൽ കയറി സംസാരിക്കണ്ട. മോനെ സൂരജ്, അതെ, ഒന്ന് നിൽക്കൂ. ആരെങ്കിലും ഒന്ന് പിടിച്ച് നിർത്തുവനെ. കഴിക്കാൻ കൊടുത്തില്ലെങ്കിൽ 4 പേരുടെ തല അടിച്ചു പൊട്ടിക്കാൻ എങ്ങനെ ശക്തി കിട്ടും? മോനെ സൂരജ്, ആഹാരം കഴിച്ചിട്ട് പോ. എന്റെ വയറ് നിറഞ്ഞു വല്യമ്മേ. നിന്നെ പോലൊരു സ്റ്റുഡന്റ് ഈ കോളേജിനും നിന്റെ അച്ഛനമ്മമാർക്ക് മാത്രമല്ല ഈ രാജ്യത്തിന് തന്നെ കളങ്കമാണ്. അച്ഛാ, എന്നോടുള്ള ദേഷ്യത്തിൽ മരുന്ന് കഴിക്കാതിരിക്കരുത്. അച്ഛന്റെ പാവക്കുട്ടിയോട് ക്ഷമിക്കൂ. അച്ഛന്റെ സ്വപ്നമായിരുന്നില്ലേ ആരവനെ IAS ആക്കുക എന്നുള്ളത്? അപ്പോ ഞാൻ വിചാരിച്ചു ഞാൻ IAS ആയ നീ IAS ആവണമെന്ന് ഞാൻ വിചാരിച്ചാൽ ഈ വീട്ടിൽ നീ മാത്രമേ IAS ആകൂ. ആക്സിഡന്റിന് ശേഷം ധൈര്യം കൈവിട്ട് നീ എന്നെ നിരാശപ്പെടുത്തി. ഇപ്പോൾ നിന്റെ ആഗ്രഹം പാവക്കുട്ടിയെ കൊണ്ട് IAS എടുപ്പിച്ച് അവളെ IAS ആക്കണമല്ലേ? നീ എന്താ വിചാരിച്ചേ? നിന്റെ അച്ഛൻ ഈ തീരുമാനത്തോട് യോജിക്കുമെന്നാണോ? ഈ വീട്ടിൽ എന്റെ കുട്ടികൾ എന്ത് ചെയ്യുമെന്നും എന്താകുമെന്നും തീരുമാനം എടുക്കാൻ ഒരാൾക്ക് മാത്രമേ കഴിയൂ. അത് ഞാൻ മാത്രമാണ്. ഞാൻ നോക്ക്,
നിന്റെ ചേട്ടനെ നോക്ക്. എന്റെ ഇഷ്ടത്തിനാക്കി അവൻ വക്കീലായത്, എന്റെ ആഗ്രഹത്തിനാക്കി അവൻ പ്രാക്ടീസ് ചെയ്യുന്നത്. നിനക്ക് എന്നെ സന്തോഷിപ്പിക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ നിന്റെ സഹോദരിയെ കൊണ്ട് എന്നെ വേദനിപ്പിക്കാൻ നോക്കുന്നു അല്ലേ? പിന്നെ നീ ഇതുവരെ നീ എന്നെ മനസ്സിലാക്കിയിട്ടില്ലേ. പക്ഷെ എന്നെ സന്തോഷിപ്പിക്കുന്നത് എന്താണെന്ന് ഇതുവരെ നിനക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലേ. പെൺകുട്ടികളുടെ ജോലി എന്താണെന്ന് അറിയാമോ? വീട് നോക്കി നടത്തല, അല്ലാതെ ചുറ്റി നടത്തമല്ല. 2 കുടുംബങ്ങളുടെ അഭിമാനമോ പെൺകുട്ടി. നീ മറ്റൊരു കുടുംബത്തിൽ പോയി നമ്മുടെ കുടുംബത്തിന്റെ അഭിമാനം വാനോളം ഉയർത്തുകയാണ് ചെയ്യേണ്ടത്. ഈ വീട് ഗുലാബ് സിംഗിന്റെ വീടാണ്. ഞാനാണ് നിങ്ങളുടെ എല്ലാം വിധികർത്താവ്. ഞാൻ മോളെ, ഈ വർഷം ഈ വീട്ടിൽ ഒരു കുഞ്ഞിന്റെ ചിരി എനിക്ക് കേൾക്കണം. മനസ്സിലായോ? എനിക്ക് അധ്വാനിക്കുന്നവന്റെ വിയർപ്പിന്റെ മണമുള്ള ആഹാരം കഴിക്കുന്നതാണ് ഇഷ്ടം. അതിൽ അധ്വാനത്തിന്റെ ഗന്ധമുണ്ട്. ആരുടെയെങ്കിലും ഒക്കെ തലയെടുക്കുന്ന കുടുംബത്തിന്റെ പേര് ഉയർത്തുന്ന നിനക്ക് നാണമില്ലേ? അച്ഛൻ നല്ല ശീലങ്ങൾ പഠിപ്പിച്ചില്ല, സംസ്കാരം പഠിപ്പിച്ചില്ല. അതുകൊണ്ടാണ് ഇവൻ. സൂരജ്, എന്താ ഇത്? ആ ഇവിടെ ബോർഡിൽ എഴുതി വെച്ചിരിക്കാൻ എന്താണെന്ന് കണ്ടില്ലേ? അത് ഞാൻ നിന്റെ മുഖമാണ് വായിച്ചത്. അതിൽ വൃത്തിയായിട്ട് എഴുതിയിട്ടുണ്ട് നീ വീട്ടിൽ നിന്നൊന്നും കഴിച്ചിട്ടില്ല എന്ന്. ഇത് പിടിക്ക്, അമ്മ അറിയാതെ എടുത്തോണ്ട് വന്നതാ. ആ ഡി വിദ്യ, വാ നീ. ഞാൻ നിന്റെ കയ്യിൽ പിടിച്ചെന്ന് നീ നിന്റെ അമ്മയോട് പോയി പറഞ്ഞു കൊടുക്ക് കേട്ടോ. പിന്നെ നീ നിന്റെ വീട്ടിൽ പോയിട്ട് കതകും ജനലും ഒക്കെ അടച്ചിരുന്നോണം. ഇനി മേലെ നീ അവിടെ നിന്നോണ്ട് സൂരജിന്റെ മുഖം നോക്കി ഞാൻ ഉറങ്ങ. ഇനി ഇവന്റെ അടുത്ത് അങ്ങനെ വന്ന നിന്നെ ഞാൻ ഇപ്പൊ ഒന്ന് പേടിപ്പിച്ചതേ ഉള്ളൂ. ഇനി ഞാൻ നിന്നെ അവിടുന്ന് താഴേക്ക് തള്ളിയിടും. വിദ്യ, നീ എന്തൊക്കെയാ ചെയ്യുന്നത്? നീ ഇനി എന്റെ ബോഡി കടാൻ പോവാണോ? ആയല്ലേ പറ്റൂ. പിന്നെ നിന്റെ ഈ ഫ്രണ്ട് ഉണ്ടല്ലോ, അവനെ കൊണ്ട് ഒരു ഉപയോഗവും ഇല്ലല്ലോ. വെറുതെ ബോർഡും പിടിച്ച് അവിടെ നിൽക്കുകയല്ലേ. അവൻ എന്താ എന്നെ തടയാത്തെ? നിക്ക്, ഞാൻ നിനക്കൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. നോക്ക്, ഞാൻ എന്റെ കൈകൊണ്ട് നിനക്കുണ്ടാക്കിയ പായസം ഇത്. വേഗം കുടിച്ചിട്ട് അഭിപ്രായം പറയാം. കൊള്ളാലോ, ഇത്രയും കൈപ്പോടെ സംസാരിക്കുന്ന വേറൊരാൾക്ക് മധുരം ഉണ്ടാക്കിക്കൊണ്ട് വരുന്നു. ഏയ്, വേറൊരാളാന്ന് വെച്ചാ ആരാ? നീ കഴിക്കുന്നോ അതോ ഞാൻ നിനക്ക് എന്റെ കൈ കൊണ്ട് വാരിത്തരണോ? ഏയ് വേണ്ട വേണ്ട, നീ അവിടെ വെക്ക്, ഞാൻ എടുത്ത് കഴിച്ചോളാം. അയ്യോ സാർ, പറയൂ സാർ. ശ്രദ്ധയോടെ കേൾക്കൂ സൂരജ്. ശരി സാർ, നിങ്ങൾ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. അത് പായസം കുടിച്ചിട്ട് പോ. അത് പിന്നെ കഴിക്കാം. നിനക്കറിയാലോ, എന്നെ സംബന്ധിച്ച് സാറിന്റെ ദൈവമാണ്. അപ്പോൾ ദൈവത്തിന് വേണ്ടി പായസമല്ല, ലോകം മുഴുവൻ ഉപേക്ഷിക്കും. ഒരുപക്ഷെ ഞാൻ ഈ ലോകത്തെ ആദ്യത്തെ പെൺകുട്ടിയായിരിക്കും ഈ വേറൊരാളെ അങ്ങനെ തന്നെ സ്വീകരിച്ചവൾ. എന്തായാലും നോക്കാം എത്ര നാളെ എനിക്കിങ്ങനെ കാത്തിരിക്കണമെന്ന്. നീയോ ഇത്രയും വലിയ ഗുണ്ടയായ നിന്നെ പോലീസ് എങ്ങനെ വെറുതെ വിട്ടു? ഇവൻ എപ്പോഴും നിന്റെ കൂടെ തന്നെ ഉണ്ടാകും, നിന്റെ ബോഡി ഗാർഡായിട്ട്.
ഒരു നിഴൽ പോലെ എപ്പോഴും കൂടെ കാണും. നീ വീണ്ടും കള്ളം പറയുന്നതിനെ കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യാതിരിക്കാൻ. പക്ഷേ അച്ഛാ, ഇയാള് ഗുണ്ടയാ. നല്ലതും ചീത്തയും തമ്മിലുള്ള വ്യത്യാസം എനിക്ക് നിന്നെക്കാൾ നന്നായിട്ട് അറിയാം പാവക്കുട്ടി. ഇവൻ ഗുണ്ടയൊന്നുമല്ല. ഇവൻ ഈ ലോകത്തുള്ള എല്ലാ തിന്മയിൽ നിന്നും നിന്നെ രക്ഷിക്കും. ഞാൻ ഇവനെ എല്ലാം പറഞ്ഞു മനസ്സിലാക്കിയിട്ടുണ്ട്. വരൂ, വണ്ടി കയറി. എന്നാലും അച്ഛാ, പാവക്കുട്ടി, ഞാൻ പറഞ്ഞു വണ്ടിയിൽ കയറിയിരിക്കാൻ. സൂരജ്, എനിക്ക് നന്നായിട്ടറിയാം ഞാൻ നിനക്ക് തന്നിരിക്കുന്ന ജോലി അത് നീ ഭംഗിയായിട്ട് ചെയ്യുമെന്ന്. എനിക്ക് നിന്നിൽ നല്ല വിശ്വാസമുണ്ട്. ഞാനൊരു പക്ഷെ ദൈവത്തിലുള്ള വിശ്വാസം തകർത്തേക്കാം, പക്ഷെ സാറിനോടുണ്ടാവില്ല. നല്ലത്, പോയിട്ട് വാ. രാമ 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 രാമ. അതെ, നീ എന്താ ചെയ്തത് മോനെ? പൂച്ചയുടെ കയ്യിലാണോ പാല് സൂക്ഷിക്കാൻ കൊടുത്തത്? ഒരു ചെറുപ്പക്കാരനെയാണോ നീ ഇഷയുടെ ബോഡി ഗാർഡ് ആക്കിയത്? ഈ ചെറുപ്പക്കാരൻ പൂർണ്ണമായിട്ട് ഒരു ബ്രഹ്മചാരിയാണമേ. അവൻ എന്തായാലും പാവക്കുട്ടിയെ സംരക്ഷിച്ചോളൂ. എന്നാൽ ഒരിക്കലും തല ഉയർത്തി അവൻ അവളെ നോക്കില്ല. വണ്ടി നിർത്തിയേ. എന്തുപറ്റി? ഞാൻ പറഞ്ഞില്ലേ വണ്ടി നിർത്താൻ. അല്ലെ, എവിടെ പോവാ? ഏയ്, നിക്ക്. ഞാൻ നിങ്ങളോട് അപ്പോഴേ പറഞ്ഞതല്ലേ ഇഷ ചേച്ചി ഒരിക്കലും താമസിക്കില്ലെന്ന്. ഹായ്. ഏയ്. ഇഷ ഇങ്ങനെ ആയിരിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഏയ്. ആ. ഉം. ഓ. അല്ല, ഇനി എവിടെ പോകുന്നേ? നിനക്കെന്താ? നീ ബോഡി ഗാർഡ് അല്ലേ? എന്റെ ബോസ് ആകാനൊന്നും നോക്കണ്ട. അല്ല, മാമനെ ഉത്തരവാദിത്തം ഏൽപ്പിച്ചിരിക്കുക. വാവ്, മാമനോ? എത്ര പെട്ടെന്നാ നിനക്ക് ബന്ധങ്ങളൊക്കെ ആയേ. അദ്ദേഹത്തിന് അറിയില്ല നീ ഇത്ര വലിയ ഗുണ്ടയും നീചനും ആണെന്ന്. അദ്ദേഹം അത് അറിഞ്ഞാലുണ്ടല്ലോ നിന്റെ നിഴലിനെ പോലും എന്റെ അടുത്ത് എത്താൻ സാധിക്കില്ല. ആ ശരി, അതൊക്കെ നമുക്ക് പിന്നെ നോക്കാം. ഇപ്പൊ ദയവായിട്ട് വണ്ടിയിലോട്ട് കയറും. വേണമെങ്കിൽ ഞാൻ കാല് പിടിക്കാം. എന്റെ ചെവി കേട്ടൂടെ? ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ഞാൻ നിന്റെ കൂടെ ഒരിടത്തും വരുന്നില്ലെന്ന്. നീ പോയി നിന്റെ പണി നോക്ക്. എന്റെ പണി തന്നെയാ ഞാൻ ചെയ്യുന്നത്. പ്ലീസ് ദയവ് ചെയ്ത് വന്ന് വണ്ടിയിൽ കയറ്. ഞാൻ ഒരിടത്തും വരുന്നില്ല. നിങ്ങൾ വരുന്നുണ്ടോ അതോ ഞാൻ മാമനെ വിളിക്കണോ? ഞാൻ ഇല്ല, പറയാണ്, വന്നില്ലെങ്കിൽ ഞാൻ വരുന്നില്ല. മാമനെ വിളിക്കും. ഇല്ല ഇല്ല ഇല്ല. സമ്മതിച്ചു കൊടുത്തൂടെ? സ്നേഹത്തോടല്ലേ ഇത്രയും പൂക്കള് വാങ്ങിച്ചു തന്നിരിക്കുന്നത്. അത് പോട്ടെ, ബാക്കി വഴക്കൊക്കെ വീട്ടിൽ ചെന്നിട്ട് പോരെ. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള വഴക്ക് വീട്ടിനകത്ത് മതി. ഇയാൾ എന്റെ ഹസ്ബൻഡ് ആണെന്നോ? ഒരിക്കലും ഇല്ല. ഭാര്യയോ? ഇതെന്റെ ഭാര്യയൊന്നുമല്ല.